ഇപ്പോൾ റഹ്മാൻ പത്തിരിപ്പാല സമരം പ്രഖ്യാപിച്ചു. മറ്റുള്ള സംഘടനകളൊക്കെ എതിർത്തുകൊണ്ടാണ് ഈ ഒരു സമരം പ്രഖ്യാപിച്ചത്. ഏത് ആൾക്കാരെ എന്നെ വിളിച്ചിട്ട് വീഡിയോ പിൻവലിക്കണം പറഞ്ഞു. ഓക്കെ, അർജുന്റെ ചോരയല്ല എന്റെ ചോര, അർജുൻ എന്റെ ആരുമല്ല. ആണോ? അർജുൻ എന്റെ ആരുമല്ല. പക്ഷെ അർജുൻ നമ്മുടെ സഹോദരനാണ് എന്നുള്ള രീതിയിലേക്ക് ഈ സാധനം പ്രശ്നങ്ങൾ ഉയർന്നു വരണം. കാര്യം നമ്മളുടെ ലോറി ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഡ്രൈവേഴ്സിന്, നമുക്കാവട്ടെ ആർക്കായാലും അന്യ സംസ്ഥാനത്ത് പോയി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ തിരിച്ച് ആളെത്തണം വീട്ടിൽ. മാറി നിൽക്കില്ല. കാരണം എനിക്ക് എൻ്റെ സഹപ്രവർത്തകരിൽ വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല സമരം ചെയ്യുന്നത്. അതിനുവേണ്ടി 2-3 ദിവസം വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇന്ത്യക്ക് ഇല്ലേ എന്നുള്ളൊരു ചോദ്യം ഒരു ശരാശരി പൗരനായി എനിക്ക് ചോദിക്കേണ്ടി വരികയാണ്. എൻ്റെ കൂടപ്പുറപ്പുകൾക്ക് നാളെ ഈ ദുരന്തം വരാണ്ടിരിക്കാൻ അവരുടെ ഉത്തരവാദിത്തം സർക്കാരോ അല്ലെങ്കിൽ സംഘടനകളോ ഏറ്റെടുക്കാൻ. 7 ലക്ഷം തൊഴിലാളികളും ഈ വളയം പിടിക്കുന്ന നാഷണൽ പെർമിറ്റിൽ വളയം പിടിക്കുന്ന 7 ലക്ഷം തൊഴിലാളികളും എൻ്റെ കൂടപ്പുറപ്പാണ്. 10-41 ദിവസമായിട്ട് എൻ്റെ സഹപ്രവർത്തകനെ കാണാണ്ടായിട്ടുണ്ട്. നാളെ എനിക്കാണ് ഈ ഗതിയെങ്കിൽ എൻ്റെ വീട്ടിന് ആരുണ്ട് എന്നുള്ളത് സ്വയം ഞാനൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഇതിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. എനിക്കിന്നൊന്നും നഷ്ടപ്പെടാനില്ല. മുകളിലേക്ക് നോക്കി ആകാശം, താഴത്ത് നോക്കി ഭൂമി മാത്രമേ ഉള്ളൂ. വേറെ ഒരു സമ്പത്തും എൻ്റെ കയ്യിലില്ല. ഇവിടെ ഈ സംഘടന, അതായത് ലോറി മേഖലയ്ക്ക് 7 സംഘടന രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. 8 സംഘടന രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഈ 41 ദിവസമായിട്ടും ഒരു തീരുമാനം എടുക്കാണ്ട് വന്നതിലാണ് എനിക്ക് ഇവരിനോടുള്ള എതിർപ്പ് വന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിൽ നിന്നും പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്കും ഒരു സംരക്ഷണവും ഇല്ല എന്നുള്ള ഒരു സൂചന കൂടിയാണ് നൽകുന്നത്. കാരണം ഒരു കാണാതായിട്ടുള്ള ഒരാൾക്ക് തെരച്ചിൽ നടത്താനുള്ള അനുമതി പോലും ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമസ്കാരം. അർജുനെ കാണാനായിട്ട് കുറെ ദിവസങ്ങളായി. അപ്പോൾ ലോറി സമരം, അതായത് സംഘടനകളൊന്നുമില്ലാതെ ലോറി സമരം അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഒരാൾ, റഹ്മാൻ പത്തിരിപ്പാല. എന്തുകൊണ്ടാണ് ലോറി സമരം പ്രഖ്യാപിക്കാൻ കാരണം എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. കാര്യം ഇത്രയേറെ ദിവസങ്ങളായി നമ്മളുടെ ബാക്കിയുള്ള സംഭവങ്ങൾ ആരും പറയുന്നില്ല. അർജുനെ വേണമെന്ന് പറയാത്തൊരു സാഹചര്യത്തിലാണ് ശരിക്ക് റഹ്മാൻ പത്തിരിപ്പാല ഇത്തരം ഒരു ചോദ്യം ഉന്നയിച്ചത് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. റഹ്മാൻ പത്തിരിപ്പാല എന്നുള്ള താങ്കൾ ശരിക്കും ഒരു ലോറി ഡ്രൈവർ മാത്രമാണ്, സംഘടനയ്ക്ക് ആരും നിങ്ങളല്ല. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ ലോറി സമരം ഇന്ന ദിവസമാണ് 30 തീയതി അല്ലെങ്കിൽ 30-31 എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിലേക്കുള്ള ഒരു സമരം നിങ്ങൾ പ്രഖ്യാപിച്ചത്? ഈ സമരം പ്രഖ്യാപിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ 10-41 ദിവസമായിട്ട് എൻ്റെ സഹപ്രവർത്തകനെ കാണാണ്ടായിട്ടുണ്ട്. നാളെ എനിക്കാണ് ഈ ഗതിയെങ്കിൽ എൻ്റെ വീട്ടിന് ആരുണ്ട് എന്നുള്ളത് സ്വയം ഞാനൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഇതിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. എനിക്കിന്നൊന്നും നഷ്ടപ്പെടാനില്ല. മുകളിലേക്ക് നോക്കി ആകാശം, താഴത്ത് നോക്കി ഭൂമി മാത്രമേ ഉള്ളൂ. വേറെ ഒരു സമ്പത്തും എൻ്റെ കയ്യിലില്ല. ഇവിടെ ഈ സംഘടന, അതായത് ലോറി മേഖലയ്ക്ക് 7 സംഘടന രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. 8 സംഘടന രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഈ 41 ദിവസമായിട്ടും ഒരു തീരുമാനം എടുക്കാണ്ട് വന്നതിലാണ് എനിക്ക് ഇവരിനോടുള്ള എതിർപ്പ് വന്നത്. ആ എതിർപ്പ് അവരിനോടല്ല എനിക്ക് കാണിക്കേണ്ടത്. എന്നെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന്, അതായത് എൻ്റെ മേഖല പറഞ്ഞിട്ട് 3.5 ലക്ഷം നാഷണൽ പെർമിറ്റ് ലോറികൾക്ക് 7 ലക്ഷം തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയാണ്. 2020 തൊട്ടിട്ട് 2024 വരെ ദുരന്തത്തിൽ 2 പേരാണ് ഒരാൾ കാണാണ്ടായി, ഒരാൾ മരണപ്പെട്ടു. ബാക്കി 3 എണ്ണത്തിന് കൊലപ്പെടുത്തിയിട്ടുള്ളതാണ് പൈസക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇപ്പം ഇരുന്ന് ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇനി ഞാൻ പുറത്തേക്ക് പോകേണ്ടത്. കാരണം എൻ്റെ ഊർജം നഷ്ടപ്പെട്ടു. ഈ 41 ദിവസമായിട്ട് സോഷ്യൽ മീഡിയകളിൽ കൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാരുകളോ ഓണേഴ്സുകളോ ഒന്നും പ്രഖ്യാപിക്കുന്നില്ല. അപ്പം ഞാൻ ഇനി ആരിനെയാണ് കാത്തു നിൽക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ ആരിനെ കാത്തു നിൽക്കണം? അപ്പം ഞാൻ തന്നെ തീരുമാനിച്ചു, ജയിലിൽ പോകാൻ തയ്യാറാണെന്നുള്ള. ആദ്യം ഞാൻ ഇതിന് തയ്യാറാക്കിയത് എൻ്റെ ഫാമിലിനെയാണ്. 3-3.5 മാസത്തോളമായിട്ട് ഞാൻ എൻ്റെ ഫാമിലിനെ ജീവിക്കാൻ പഠിപ്പിച്ചു. കാരണം ഇനി ഒരു സമരം നടന്നു കഴിഞ്ഞാൽ ഈ സമരത്തിനെ പൊളിപ്പിക്കാനാണ് എല്ലാവരും ഉദ്ദേശം കാണുക. ഇത് പൊളിപ്പിക്കാൻ ഒരു കാണുന്ന പ്ലാൻ പറഞ്ഞാൽ ഒരു വണ്ടിക്ക് കല്ലെറിയുക, അല്ലെങ്കിൽ ഒരു വാഹനത്തിനെ തീയിടുക. ഇത് സമരം ആര് പ്രഖ്യാപിച്ചാലും ഇത് സംഭവിക്കും. ഇതുവരെ അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത്. കാരണം 2018 മുതൽ ഈ 2024 വരെ 6 കൊല്ലമായിട്ട് ഇതുവരെയായിട്ട് ഒരു ലോറി സമരം വിജയിക്കുന്നില്ല. അതിൻ്റെ യഥാർത്ഥ കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് വന്നിട്ട് ഞങ്ങളുടെ മേഖല എന്ന് പറയുന്നത് സ്വയം തൊഴിൽ മേഖലയാണ്. ഈ സ്വയം തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഞങ്ങളാണ് ഞങ്ങളെ വാടക നിശ്ചയിക്കുന്നത്. ഞങ്ങൾക്ക് വാടക അമിതമായിട്ടും മേടിക്കാം, കുറഞ്ഞിട്ടും ഓടാം.
ഇതിൽ സർക്കാർ ഇടപെടാത്തതും അതുകൊണ്ടാണ്. സർക്കാരിന് വേണ്ടത് ഞങ്ങളെ ടാക്സിൽ കൂടെ തൊഴിലാളികളുടെ പേര് പറഞ്ഞിട്ട് അമിതമായിട്ട് മുതലാളിമാരെ ചൂഷണം ചെയ്ത് മേടിക്കുന്ന ക്ഷേമനിധി മാത്രം മതി. വേറൊന്നും സർക്കാരിന് വേണ്ട. സർക്കാരിന് വേണ്ടത് ഈ ഒരു കാര്യം കാരണം കൊണ്ട് ഞാൻ എന്ത് തീരുമാനിച്ചു, ജയിലിലേക്ക് പോകാൻ ഞാൻ തയ്യാറ്. അങ്ങനെ ഈ പ്രസ്ഥാനത്തിൽ കൂടെ ആരെങ്കിലും വഷളത്തരത്തിൽ കൂടെ ഞാൻ എൻ്റെ യുക്തിക്ക് ചിന്തിച്ചാണ് ഈ സമരം പൊളിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോകും. ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഇത് മാധ്യമങ്ങൾ ഏറ്റെടുക്കും, സംഘടനകൾ ഇവിടെ പൊളിയും. കാരണം ഞാൻ പൊളിപ്പിക്കണം വെച്ചിട്ട് തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിലും ഞങ്ങളുടെ പേര് പറഞ്ഞിട്ട് മിൻസ് എഴുതിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള രേഖകളിൽ കൂടെയാണ് ഒരു സംഘടന രൂപീകരിക്കുക. ഈ സംഘടനകൾ ഞങ്ങളൊരു തൊഴിലാളിനെ ഇന്നെ കാണാണ്ടായി പോയി കഴിഞ്ഞാലും ഇവർ കൈയും കെട്ടി നോക്കി നിന്ന് കഴിഞ്ഞാൽ നാളെ എൻ്റെ സഹപ്രവർത്തകർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഞാൻ തീരുമാനിച്ച് ഇനി എന്ത് വന്നാലും മുന്നോട്ട് പോവുക. ജയിലിൽ പോവുകയാണെങ്കിൽ ഏറി വന്നതിന് ഒരു 5 or 6 കൊല്ലം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും. നഷ്ടപരിഹാരം വരികയാണെങ്കിൽ അങ്ങനെയാണ് വരുള്ളൂ. അതായത് ഒരു വാഹനം ഞാനൊരു സോഷ്യൽ മീഡിയയിൽ കൂടി പത്രസമ്മേളനത്തിൽ കൂടി മാധ്യമങ്ങൾ കൂടി എല്ലായിടത്തും കൂടി ഒരു സമരം പ്രഖ്യാപിക്കാൻ എനിക്കും അവകാശമുള്ള ഇന്ത്യയിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ അവകാശം എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് സഹപ്രവർത്തകരുണ്ട്. അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ ഇറങ്ങിക്കോളി, നിങ്ങളുടെ ഫാമിലിക്ക് ജീവിക്കാനുള്ള പട്ടിണി കിടക്കില്ല എന്നുള്ളൊരു വിശ്വാസം അതിൽ ഒരാൾ ഇദ്ദേഹത്തിനോട് എൻ്റെ ഫാമിലി പട്ടിണി കിടക്കില്ല, അനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കും, നിൻ്റെ സംഘടന അല്ല ഞാൻ മനുഷ്യാവകാശ പ്രവർത്തനമാണ് ഇദ്ദേഹം എന്നോട് ഒരു വാക്ക് തന്നപ്പോൾ ആ വാക്കിൽ കൂടെ ഞാൻ കയറി. അപ്പം ഞാൻ എൻ്റെ അഡ്വക്കേറ്റുമാരെ വിളിച്ചു, ഇതിൻ്റെ നിയമവശങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, വണ്ടി തല്ലിപ്പൊളിക്കോ അതിൽ വരുന്ന ലോഡുകൾക്ക് നഷ്ടം വന്നാലോ തീർച്ചയായിട്ടും സമരം ആഹ്വാനം ചെയ്ത വ്യക്തിക്ക് ഉത്തരവാദിത്തമാണ്. എൻ്റെ കയ്യിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരാണ്. മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ നിങ്ങൾക്ക് എന്താണ് പറയാ, നിങ്ങൾക്ക് എന്ത് വന്നാലും പ്രശ്നമില്ല എന്നുള്ള തീരുമാനിച്ചിട്ട് ഒരൊറ്റ ചോദ്യം, 2 ചോദ്യമുണ്ട്. ഒന്ന്, ഒരു സംഘടനാപരമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു ഹർത്താൽ താങ്കൾ ഒറ്റക്ക് നടത്തുന്നു എന്നുള്ളതാണ്. അതിൽ താങ്കൾ പറയുന്നത്, അതിന് കാരണമായിട്ട് പറയുന്നത് ഈ സംഘടനകളെല്ലാം തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും സംഘടനയെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നത് നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടോ? 2, ഈ പറഞ്ഞ രീതിയിൽ ഈ സംഘടനകൾ തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്ന് വെക്കുക, അതോടൊപ്പം തന്നെ ഇവർ ഈ ലോറി ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ലേ? ഈ 2 ചോദ്യങ്ങളാണ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇവിടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമരം വിജയിച്ചാൽ റഹ്മാൻ പത്രിപ്പാല ഒറ്റക്കൊരു സമരം വിജയിപ്പിക്കാനേ റഹ്മാന് അറിയാം. കാരണം അത് പൊളിപ്പിക്കലാണ് മറ്റുള്ളവരുടെ ഉദ്ദേശം. കാരണം നേതൃത്വം നൽകാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഇതുവരെ സമരങ്ങൾ നടക്കാണ്ടിരുന്നത്. അപ്പൊ ഞാൻ സ്വയം അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞു വന്നവനാണ്. ഇനിയിപ്പോൾ ഒരൊറ്റ ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ റഹ്മാൻ പത്തിരിപ്പാല സമരം പ്രഖ്യാപിച്ചു, മറ്റുള്ള സംഘടനകളൊക്കെ എതിർത്തുകൊണ്ടാണ് ഈ ഒരു സമരം പ്രഖ്യാപിച്ചത്. 7 ആൾക്കാരെ എന്നെ വിളിച്ചിട്ട് വീഡിയോ പിൻവലിക്കണം പറഞ്ഞു. ഓക്കെ, അപ്പോൾ പ്രഖ്യാപിച്ചു. അപ്പോൾ ആ സംഘടനകൾ അവിടുത്തെ ലോറി ഡ്രൈവർമാരോടൊക്കെ പറയാണ്, നിങ്ങൾ ആ സമരത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം ഡ്രൈവർമാരും ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കില്ല. കാരണം എനിക്ക് എൻ്റെ സഹപ്രവർത്തകരിൽ വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല സമരം ചെയ്യുന്നത്, എൻ്റെ ജോലിപരമായിട്ടുള്ള കാര്യത്തിനാണ് ഞാൻ സമരം ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സമരം ചെയ്യുന്നത്. അവരുടെ നേതാവാവാനല്ല നോക്കുന്നത്. എൻ്റെ കൂടപ്പുറപ്പുകൾക്ക് നാളെ ഈ ദുരന്തം വരാണ്ടിരിക്കാൻ അവരുടെ ഉത്തരവാദിത്തം സർക്കാരോ അല്ലെങ്കിൽ സംഘടനകളോ ഏറ്റെടുക്കാൻ ഇവിടെ ആ സമരം വിജയിപ്പിക്കും. അത് വിജയിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആരെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോകും, മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ എന്നെ ഹാജരാക്കും. ഈ സംഘടനയുടെ എല്ലാ കള്ളത്തറകളും ഞാൻ പൊളിച്ചെടുക്കും. അത് പൊളിച്ചെടുക്കും എന്ന് പരസ്യമായിട്ട് മീഡിയയിൽ വന്നിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇവരിനെ ധിക്കരിക്കാനല്ല സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്, ഇവരിനെ ഇറക്കുക, ന്യായത്തിന് ഇവരിനെ ലൈനിൽ കറക്കുക. ഈ സംഘടനകളെ എല്ലാവരും ഓരോരുത്തർ കുത്തിരുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു. അതിന് എന്ത് റിസ്ക് എടുക്കാനാണെങ്കിലും ഞാൻ തയ്യാറായിട്ടാണ് ഇതിനിറങ്ങി തിരിച്ചുള്ളത്. എന്തായാലും എൻ്റെ ആ ഒരു റിസ്ക്കും കുറച്ച് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. അതെല്ലാം ഒന്നിച്ചിട്ട് ഇന്ന് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, കോർഡിനേഷൻ കമ്മിറ്റി പുറത്തുള്ള ആൾക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നാറ്റം സംഘടനക്കാണ്. കാരണം ഈ സംഘടനകൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണല്ലോ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പം അവർക്ക് മനസ്സിലായി ഇതിൻ്റെ രൂപം ഏത് രൂപത്തിലേക്കാണ് പോകുന്നത്. തന്നെ ഇപ്പം എല്ലാവരും ഐക്യത്തോടെ എൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ട്, അർജുൻ എന്ന് പറയുന്നത് മാത്രം എൻ്റെ കൂടപ്പുറപ്പല്ല, ബാക്കിയുള്ള 7 ലക്ഷം തൊഴിലാളികളും ഈ വളയം പിടിക്കുന്ന നാഷണൽ പെർമിറ്റിൽ വളയം പിടിക്കുന്ന 7 ലക്ഷം തൊഴിലാളികളും എൻ്റെ കൂടപ്പുറപ്പാണ്. അവർക്ക് എന്തായാലും വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ ഒരാളുണ്ടെന്നുള്ള
പ്രയോജനം അവർക്കുള്ള ഊർജം നൽകാനാണ് ഞാൻ ഈ റിസ്ക് ഏറ്റെടുത്തത്. തീർച്ചയായിട്ടും എൻ്റെ സഹപ്രവർത്തകർ അത് ഉൾക്കൊള്ളുകയും ചെയ്യും. ഈ വരുന്ന ആഗസ്റ്റ് 30, 31 സമരത്തിന് ഞങ്ങളൊരു 5-6 ദിവസത്തേക്ക് ഡേറ്റ് മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഒരു കോർഡിനേറ്റ് കമ്മിറ്റി, ഈ മനുഷ്യാവകാശ പ്രവർത്തകരും എല്ലാ ട്രേഡ് യൂണിയൻകാരും സംഘടനകളും എല്ലാവരും എൻ്റെ മുമ്പിൽ വന്നിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ട് അവരിനോട് ഞാൻ വെല്ലുവിളിക്കേണ്ടവർക്ക് ഞാൻ വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് കാര്യം പറഞ്ഞത്. കാരണം അവരിന് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരിൻ്റെ ഒരു സംഘടനയിൽ ഞാൻ നിൽക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിളിച്ചു പറയുന്നവ എന്നും പുറത്താണ്. ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന ധൈര്യത്തിൽ ഒരാൾ ഒറ്റയാൾ പോരാട്ടവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റു ലോറി ഡ്രൈവർമാരുടെ സഹകരണം ഉറപ്പുവരുത്താൻ പറ്റുമോ? സലീൽ പറഞ്ഞ പോലെ ഈ റഹ്മാൻ പത്രിപാല എന്നുള്ളൊരു വ്യക്തി, ഈ വ്യക്തിയാണല്ലോ, ഈ വ്യക്തി സ്വന്തമായി സമരം പ്രഖ്യാപിക്കാനുണ്ടായ ഒരു കാരണം ഡ്രൈവർമാർക്ക് നീതിയില്ല എന്നുള്ളതാണ്. പല സംഘടനകൾ ശരിക്കും ഉണ്ട്, പക്ഷേ ഡ്രൈവർമാർക്ക് നീതിയില്ല എന്നുള്ള കണ്ടീഷനിലേക്കുള്ള ഒരു ഒറ്റ ഉത്തേജകമാണ് ശരിക്കും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം സമരത്തിനായി ആഹ്വാനം ചെയ്തിട്ടുള്ള കാര്യം, ഞാനോ നിങ്ങളോ എല്ലാം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ സംസാരിക്കുന്നത് അർജുന്റെ ചോരയല്ല എന്റെ ചോര, അർജുൻ എന്റെ ആരുമല്ല, ആണോ? അർജുൻ എന്റെ ആരുമല്ല, പക്ഷെ അർജുൻ നമ്മുടെ സഹോദരനാണ് എന്നുള്ള രീതിയിലേക്ക് ഈ സാധനം പ്രശ്നങ്ങൾ ഉയർന്നു വരണം. കാര്യം നമ്മളുടെ ലോറി ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഡ്രൈവേഴ്സിന്, നമുക്കാവട്ടെ ആർക്കായാലും അന്യ സംസ്ഥാനത്ത് പോയി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ തിരിച്ച് ആളെത്തണം വീട്ടിൽ. ഒരു ലോറി ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്ന ആളുകൾ, അവിടുന്ന് പുറത്തേക്ക് പോകുമ്പോഴും വരുമ്പോഴും നിരവധി ചൂഷണങ്ങൾക്ക് വിധേയരായിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഓരോ വസ്തുക്കളും കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് നൗഷാദ് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മുടെ ലോറി തൊഴിലാളി സുഹൃത്തുക്കൾ കടുത്ത മനുഷ്യാവകാശ ലംഘനം അവിടെ യാത്രയിലുടനീളം ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റു ആളുകളിൽ നിന്നൊക്കെ നേരിടുന്നു എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർക്കൊരു വിശ്രമമുറികളോ, ഉദാഹരണത്തിന് ഇപ്പോൾ അർജുൻ്റെ വിഷയമാണല്ലോ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ഈ അർജുൻ എന്തുകൊണ്ട് ആ സ്ഥലത്ത് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ പറയാനുള്ളത്, ഇപ്പോൾ ഇദ്ദേഹം റഹ്മാൻ ഖാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസം, അദ്ദേഹം ഈ മേഖലയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസം അദ്ദേഹത്തിന് കൃത്യമായിട്ട് നമ്മോട് വിവരിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ പ്രയാസത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷെ നിയമപ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഇപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിൽ നിയമലംഘനം ഒരാൾ നടത്തുന്നതിനെ സപ്പോർട്ട് ചെയ്യാനോ അതിന് പിന്തുണയ്ക്കാനോ നമുക്ക് സാധിക്കില്ല. അത് തീർച്ചയായിട്ടും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം സമരമായിട്ട് മുമ്പോട്ട് പോകണം എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് ഏതായാലും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ചെയ്തു കൊടുക്കുന്നതുമാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിലവിൽ ഈ വിഷയത്തിൽ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ അവിടെ ഒരു എക്യുപ്മെൻറ്റ്സ് എത്തിച്ചതിന് ശേഷം പിന്നെ പറയുന്ന ഈ എക്യുപ്മെൻറ്റ്സ് അല്ല വേറെയാണ് വേണ്ടത് എന്ന് പറയും. അതിനു വേണ്ടി 2-3 ദിവസം വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇന്ത്യക്ക് ഇല്ലേ എന്നുള്ളൊരു ചോദ്യം ഒരു ശരാശരി പൗരനായ എനിക്ക് ചോദിക്കേണ്ടി വരികയാണ്. എന്തുകൊണ്ട് അത് നമുക്കില്ല? നമ്മൾ ആധുനിക സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മുൻപന്തിയിലെത്തി എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു ലോറി കണ്ടെടുക്കാൻ, കുറേ മനുഷ്യന്മാരെ കണ്ടെടുക്കാൻ നമുക്ക് സാധിക്കാതെ പോയത് എന്ത് എന്നുള്ള ചോദ്യം നമുക്കുണ്ട്. തീർച്ചയായിട്ടും ഇവയൊക്കെ പരിഹരിക്കപ്പെടണം. നമ്മളിപ്പോൾ പിന്നെ ഒരു എല്ലാ സംഘടനകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഒരു യോജിച്ച കൂട്ടായ്മയുടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയൊക്കെ സമീപിച്ചുകൊണ്ട് നമ്മൾ 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് സഹായം അല്ലെങ്കിൽ ഒരു അനുമതി കൊടുക്കണം എന്നുള്ളൊരാവശ്യം ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ സമരമുറകളുമായിട്ട് പോകാനാണ് യോഗത്തിൻ്റെ തീരുമാനം. അപ്പോൾ ഇങ്ങനൊരു ഡ്രൈവർ, ഇയാളുടെ അവകാശവാദം അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയുന്നത് ഉടുതുണിക്ക് മറുതുണി ഇല്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ ആയിപ്പോയതാണ്, ഒരു ലോറി എടുത്തിട്ട് അങ്ങനെ ആയിപ്പോയ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ ഒരു അവകാശവാദവുമായിട്ട് ഇദ്ദേഹം മുന്നോട്ടേക്ക്, ഒരു സമരവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ഇത് വിജയിക്കുമോ അല്ലെങ്കിൽ വിജയിക്കണം? 100%. അതായത് കൺക്ലൂഡിയാണ്, അതായത് നീതി എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നീതി വേണമെന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും റഹ്മാൻ പത്രിപാല എന്നുള്ള ആള് ശരിക്കും ഞാൻ ലോറി സമരം പ്രഖ്യാപിക്കുകയാണ് എന്നുള്ളൊരു വാക്ക് ഉദ്ധരിച്ചത്. കാര്യം അതിന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിഷയമുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, എന്റെ ചോരയല്ല, നമ്മളുടെ ചോരയല്ല അർജുന്, നമ്മളുടെ സഹോദരനല്ല അർജുന്. പക്ഷെ അത് മാറ്റിപ്പിടിച്ച് ഞങ്ങളുടേതാണ് അർജുന്, ഞങ്ങൾക്ക് അർജുന് വേണം എന്ന് പറയുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കുറച്ചുകൂട്ടം ആളുകൾ ഇവിടെ ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ട്. കാര്യം ഇതേപോലെ തന്നെ
ഇതേപോലെ തന്നെ ശരിക്കും ഡ്രൈവർമാർക്ക് നീതി കിട്ടുന്ന അവസ്ഥ ഇനി ഒരാൾക്ക് പോലും സംഭവം ഉണ്ടാവാൻ പാടില്ല. ഡ്രൈവർമാരുടെ മാത്രം വിഷയമായിട്ട് ഇത് കാണാൻ പറ്റില്ല. കാരണം ജോലി തേടി അന്നം തേടി ലക്ഷക്കണക്കിന് ആളുകളാണ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിൽ നിന്നും പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾക്കും ഒരു സംരക്ഷണവും ഇല്ല എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇത് നൽകുന്നത്. കാരണം ഒരു കാണാതായിട്ടുള്ള ഒരാൾക്ക് തെരച്ചിൽ നടത്താനുള്ള അനുമതി പോലും ഇല്ല എന്ന് പറയുന്ന സമയത്ത് കൃത്യമായി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കേസുകളിൽ എന്തായിരിക്കും ഇത്തരത്തിലുള്ള അന്യസംസ്ഥാന പോലീസിന്റെയും ഭരണാധികാരികളുടെയും നിലപാട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. തീർച്ചയായും. അപ്പോ ഇത്തരം രീതിയിലേക്ക് രക്ഷാപ്രവർത്തനങ്ങളോ ഇത്തരം രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയമോ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവം തന്നെയാണ്. നന്ദി, നമസ്കാരം.